ഒന്നെന്നെ മരിക്കുമ്പോൾ കിടക്കുന്ന ആ രീതിയിലൊന്ന് കിടത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അദ്ദേഹത്തെ ഖിബിലക്ക് അഭിമുഖമായി ശരിക്കും കിടത്തിക്കൊടുത്തു. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം മരണത്തോട് മല്ലടിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത്. മാത്രമല്ല അദ്ദേഹം മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 3 തവണ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന വല്ലാത്തൊരു രംഗമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ മരിക്കാൻ കഴിയല്ലോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഒരു മരണം വളരെ ചെറുപ്പത്തിൽ അള്ളാഹുവിനെ തേടി യാത്ര തിരിച്ച് ഔലിയാക്കളെയും ആരിഫീങ്ങളെയും സമീപിച്ച് മലമടക്കുകളിലൂടെ സഞ്ചരിച്ച് ബഗ്ദാദിന്റെ തിരുമുറ്റത്തെത്തി ബഗ്ദാദിന്റെ ആ റൗളയിൽ നിന്ന് റൗസുല്ലാലും സുൽത്താൻ എന്ന് വിളിച്ച് റൗള ഷരീഫിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുൽത്താൻ എന്ന് വിളിച്ച് ഇന്നും ജീവിക്കുന്ന ചരിത്രമുള്ള ഉത്തരേന്ത്യയിലെ മക്ബറകളിലും കാട് മലകളിലുമൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുകയാണെങ്കിൽ ആ ചരിത്രം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന 21ാം നൂറ്റാണ്ടിലെ വഴികാട്ടി കേരളത്തിലെ ജനങ്ങളോട്, ഇന്ത്യയിലെ ജനങ്ങളോട്, ലോകത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. എന്റെ കരങ്ങൾ പിടിക്കുക, എന്നെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുക, എന്റെ പരിശുദ്ധമായ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക, എന്റെ ഖലീഫമാരെ നിങ്ങൾ സ്വീകരിക്കുക, എന്റെ ഖലീഫമാരെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുക, ഈമാനിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയും. സംശയമല്ല, മിനിമം അതിന് കഴിയും, അല്ലേ? കഴിയും. ഈമാൻ കിട്ടി മരിക്കാൻ ത്വരീഖത്ത് ആവശ്യമാണ്. ഇനി ആത്മീയമായി ഉയർന്നു പോകണോ, അതിനും ഷെയ്ഖ് ആവശ്യമാണ്. അതിനും ഞങ്ങളുടെ ഷെയ്ഖിന് കഴിയും, സുൽത്താന് കഴിയും. സുൽത്താന്റെ ചരിത്രം അത് ആർക്കും അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നല്ലാതെ അതിങ്ങനെ ഊഹാപോഹങ്ങൾ നിറഞ്ഞ കഥകളല്ല. മറിച്ച് ആലുവയിൽ ജനിച്ച് ആലുവയിൽ വളർന്ന് അവിടെ നിന്ന് അള്ളാഹുവിനെ തേടി ഇറങ്ങി പുറപ്പെട്ട് ബഗ്ദാദും റൗള ഷരീഫും ഒക്കെ സന്ദർശിച്ച് ബഗ്ദാദിലെയും റൗള ഷരീഫിൽ നിന്നൊക്കെ നിർദ്ദേശം മാനിച്ച് ഒരുപാട് മശായിഖന്മാരെ കണ്ട് സയ്യിദ് മുഹമ്മദ് ബാദുഷാ ഖാദിരി ചിസ്തി എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് തൗഹീദ് ഏറ്റുവാങ്ങി അത് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, പുല്ലൂർ ഉസ്താദ്, പുല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ ശൈഖുനാന്റെ ഖലീഫയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അബ്ദുള്ള മുസ്ലിയാർ മരിച്ചപ്പോൾ ആളുകളൊക്കെ വന്ന് നോക്കി അത്ഭുതപ്പെട്ടു പോയി, ചിരിച്ചു കിടക്കുന്ന മുഖം കണ്ടിട്ട്. മാത്രല്ല ത്വരീഖത്തിനെ എതിർക്കാൻ വേണ്ടി ഈ ത്വരീഖത്ത് പിഴച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള 7 വർഷത്തെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ആള് എന്താണ്? ആ കിതാബില് സ്വർണം കൊണ്ടുവന്ന മുസ്ലിയാരുണ്ടല്ലോ, എം ടി അബ്ദുള്ള മുസ്ലിയാർ, ഇഹ്യാ ഉലൂമുദ്ദീനിൽ സ്വർണം കൊണ്ടുവന്നയാളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കിതാബിന് അത്രേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. പഞ്ചസാര പൊതിയാൻ, ശർക്കര പൊതിയാൻ ഒക്കെ കടലാസ് ഉപയോഗിക്കാറുണ്ട്. എന്നതുപോലെ സ്വർണം പൊതിയാൻ ഒരു കടലാസ്. ഗസാലി ഇമാമിന്റെ ഇഹ്യാ. അദ്ദേഹത്തിന്റെ മുഖ്യാന്വേഷകൻ, അദ്ദേഹത്തിന്റെ മകൻ ഈ ജനാസ കാണാൻ വന്നിരുന്നു. പുല്ലൂർ അബ്ദുള്ള മുസ്ലിയാര് മരിച്ചു കിടക്കുന്ന, വഫാത്തായി കിടക്കുന്ന ആ രംഗം കണ്ട് പുഞ്ചിരിച്ചു കിടക്കുന്ന ആ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, ചിരിച്ചാണ് കിടക്കുന്നത്, സന്തോഷത്തോടെയാണല്ലോ കിടക്കുന്നത്. അറിയാതെ പറഞ്ഞു പോയതാണ്. ഇല്ലാത്തൊരു രംഗം. ഈ അവസ്ഥയിലേക്ക് സാധാരണ ആളുകൾ എത്തണ്ടേ? അല്ലാതെ സാധാരണക്കാരൻ ജാഹിലിയ മരണമാണോ പ്രാപിക്കേണ്ടത്? അനിസ്ലാമിക മരണമാണോ പ്രാപിക്കേണ്ടത്? കാഫിറായി ചത്തുപോവുകയാണോ ചെയ്യേണ്ടത്? അതാ ആളുകളോട് പറയേണ്ടത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഷെയ്ഖ് വേണം, ഇല്ലെങ്കിൽ അപകടകരമാണ്, അവസാനം പഴക്കും, ജാഹിലിയ മരണം പ്രാപിക്കും. മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഷെയ്ഖിൽ നിന്ന് ദിക്ർ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ അവസാനം ഈമാൻ ലഭിക്കുക പ്രയാസകരമാണ്. ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി അല്ലാഹുമ്മ മുദ്ദലില്ലാഹു അലി മഹാനവറുകൾ പറയുന്നു, ഒരു ഷെയ്ഖിൽ നിന്ന് ദിക്ർ സ്വീകരിക്കണം, കരാറ് പുതുക്കണം, എന്നാൽ മരിക്കുന്ന സമയത്ത് ഈമാനിലായി മരിക്കാൻ കഴിയും.
അതല്ലേ ഒരു ഷെയ്ഖ് പറയേണ്ടത്? ആ ദൗത്യമല്ലേ ഒരു ഷെയ്ഖ് നിർവഹിക്കേണ്ടത്? അതല്ലേ 21-ാം നൂറ്റാണ്ടിലെ വഴികാട്ടി ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിസ്തി നിർവഹിക്കുന്നത്? അതുകൊണ്ടല്ലേ ചെങ്ങമനാട് മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഉന്നതനായ പണ്ഡിതൻ ആ ഷെയ്ഖിന്റെ പരിശുദ്ധമായ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തത്? അതുകൊണ്ടല്ലേ ജബ്ബാർ ദാരിമി എന്ന് പറയുന്ന ഉന്നതനായ പണ്ഡിതൻ ആ ഷെയ്ഖിന്റെ പരിശുദ്ധ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തത്? അതുകൊണ്ടല്ലേ മജീദ് ഉദവി ആ ഷെയ്ഖിന്റെ പരിശുദ്ധമായ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തത്? അതുകൊണ്ടല്ലേ പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദിർ സാഹിബ് നിങ്ങൾക്ക് പരിചിതനായ നാട്ടുകാരനെ പോലെ നിങ്ങൾക്കിടയിൽ ജീവിച്ച് സമസ്തയുടെ ഉന്നതമായ മേഖലകളിൽ പ്രവർത്തിച്ചയാൾ, പക്ഷേ ആത്യന്തികമായി എനിക്ക് രക്ഷ നേടണമെങ്കിൽ ഒരു ഷെയ്ഖ് വേണമെന്ന് മനസ്സിലാക്കി ഷെയ്ഖുനാന്റെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തത്? അതുകൊണ്ടല്ലേ ഈ ഇരിക്കുന്ന സാധാരണക്കാരായ ധാരാളം ആളുകൾ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിസ്തി എന്ന് പറയുന്ന ആ പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്തത്? എന്താ ചെയ്യേണ്ടത്? ഷെയ്ഖുനായിലേക്ക് എത്തിയ ആളുകൾ അജ്മീറിൽ നിന്ന് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശം മാനിച്ച് ഷെയ്ഖുനാനെ സമീപിച്ച ആളുകളുണ്ട്. റൗള ഷരീഫിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം മാനിച്ച് ആലുവയിൽ വന്ന് മഹാനുഭാവന്റെ കരങ്ങൾ പിടിച്ച് ബൈഅത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞ ആളുകളുണ്ട്. ഏർവാടിയിൽ വെച്ച് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശം മാനിച്ച് ആലുവയിലെത്തി ബൈഅത്ത് ചെയ്ത ആളുകളുണ്ട്. മലപ്പുറം ജില്ലയിലെ മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ തിരുസാന്നിധ്യത്തിൽ വെച്ച് മഹാനവറുകളുടെ നിർദ്ദേശം സ്വീകരിച്ച് ആലുവയിലെത്തിയ ആളുകളുണ്ട്. ഷെയ്ഖിനെ കിട്ടാൻ സലാത്ത് ചൊല്ലി ആലുവയിലെത്തിയ ആളുകളുണ്ട്. സലാത്തിലൂടെ എത്തിയ ആളുകളുണ്ട്. എന്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാം? അന്ധമായ എതിർപ്പ് മാറ്റിവെച്ച് ഒന്ന് സ്വലാത്ത് ചൊല്ല. ഹസ്രത്ത് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇവിടെ പ്രസംഗിച്ച് ഹസ്രത്ത് നിങ്ങളോട് പറഞ്ഞല്ലോ, സ്വലാത്ത് ചൊല്ലൂ, യാഥാർത്ഥ്യം കണ്ടെത്താൻ കഴിയും, ഹിദായത്ത് നൽകും, സ്വലാത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക. പക്ഷേ അത്തരം ഹസ്രത്തുമാരോട്, നിങ്ങളോടല്ല, സാധാരണക്കാരോടല്ല, ഹസ്രത്തുമാരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എത്ര സ്വലാത്താണ് ഞങ്ങൾ ചെല്ലേണ്ടത്? ഹസ്രത്ത് ഒന്ന് പഠിപ്പിച്ചു തരിക. ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ, ഞങ്ങൾക്ക് തർബിയത്ത് കിട്ടാൻ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ തർബിയത്ത് അനുഭവിക്കാൻ എന്റെ പൊന്നു ഹസ്രത്ത് എത്ര സ്വലാത്താണ് ഞങ്ങൾ ചെല്ലേണ്ടത്? സാധാരണക്കാരെ വട്ടം കറക്കരുത്, സാധാരണക്കാരെ ഇട്ട് വട്ടം കറക്കരുത്, പിഴപ്പിക്കരുത്, അവർ പാപങ്ങളാന്ന് വിചാരിച്ച് വഞ്ചിക്കരുത്, വയറിന് വേണ്ടി ചൂഷണം ചെയ്യരുത്. ഒന്ന് പറയുക. സ്വലാത്ത് നിസ്കാരത്തിൽ ഞങ്ങൾ സ്വലാത്ത് ചെല്ലാറുണ്ട്, അത് മതിയോ ഹിദായത്ത് കിട്ടാന്? അത് മതിയോ തർബിയത്ത് കിട്ടാന്? അത് മതിയോ റസൂലുള്ളാഹിലേക്ക് അടുക്കാൻ? 10 സ്വലാത്ത് ചെല്ലാറുണ്ട്, അത് മതിയോ? 100 സ്വലാത്ത് ചെല്ലാറുണ്ട്, മതിയോ? 1000 സ്വലാത്ത് ചെല്ലാറുണ്ട്, മതിയോ? എന്റെ ഹസ്രത്തുമാരെ, ഈ സമുദായത്തെ സ്വലാത്തിന്റെ പേരിൽ വട്ടം കറക്കുമ്പോൾ ഗ്രന്ഥങ്ങളുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കുക എത്ര സ്വലാത്താ ചെല്ലേണ്ടത്. എന്നിട്ട് മതി. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സ്വലാത്ത് മതി, തർബിയത്ത് മുറിഞ്ഞു, അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്, മറ്റേത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ ഷെയ്ഖിനാ കുഴപ്പം. എന്റെ ഷെയ്ഖിന് എന്താണോ കുഴപ്പം? എന്താ? വന്നിട്ട് പറ. എന്റെ ഷെയ്ഖിന് എന്താ കുഴപ്പം? തർബിയ മുറബിയായ ഷെയ്ഖാണ്. എവിടെ എന്റെ ഷെയ്ഖിന് കുഴപ്പം സംഭവിച്ചിട്ടുള്ളത്? 100% എന്റെ ഷെയ്ഖ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിച്ച നിബന്ധനകൾ 100% ഒത്ത് ആ നിബന്ധനകളുള്ള ആളാണ് എന്റെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ ചിസ്തി. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ മഹാനവറുകൾ. യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ വിശദീകരിക്ക്. എവിടെ കുഴപ്പം? സമ്പന്നനായി എന്നുള്ളതോ? ഞാൻ ഒന്ന് നോക്കല്ലോ സമ്പത്ത്. അതെ, സമ്പന്നനായി ആളുകളോട് പറയാം, പണ്ഡിതന്മാരോട് പറയാൻ പറ്റില്ല. പഠിപ്പിച്ചു തരും സമ്പത്ത്. സുഹദ്, വറഅ് ചർച്ച ചെയ്യാം. ഷീ ആശയക്കാരനാണെന്നോ, സന്താനങ്ങൾ ഉണ്ടായി എന്നതോ, ബിസിനസ് നടത്തുന്നുണ്ട് എന്നതോ, കാറിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നതോ? ഞങ്ങൾക്ക് ആഗ്രഹം കാറിലല്ല, ഒരു വിമാനത്തിൽ സഞ്ചരിക്കണം എന്നാ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളാരല്ലാതെ ഷെയ്ഖ് കാറിൽ റോട്ടിലൂടെ സഞ്ചരിക്കണം എന്നൊന്നുമല്ല. കാരണം എന്താ? ഇത് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പിൻഗാമിയാണ്.
ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും എവിടെ കുഴപ്പം സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈമാനിലായി മരിക്കാൻ, ഈമാൻ കിട്ടി മരിക്കാൻ ത്വരീഖത്ത് ആവശ്യമാണ്. അത് സാധാരണ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ആത്മീയമായി ഉന്നത മേഖല നിർവഹിക്കുമ്പോൾ മാത്രമുള്ള അവസ്ഥ അല്ല. അതുകൊണ്ടല്ലേ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു സാധാ ഒരു ക്രിസ്ത്യാനിനെ കൊണ്ടുവന്ന് അബുദാലാക്കി വിട്ടില്ലേ? മാല പാടുമ്പോ ക്രിസ്ത്യാനിയെ കൊണ്ടുവന്ന് അബുദാലന്മാരാക്കി വിട്ടില്ലേ? അബുദാലുകളാക്കി, ക്രിസ്ത്യാനികളെ അബുദാലുകളാക്കി. കഴിയും, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിയും സാധാരണ ആളുകളെ ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അവർക്ക് സാധിക്കും. യാതൊരു സംശയവും അവിഷയത്തിൽ വേണ്ട. പിന്നെന്താ അഞ്ചാമതായി പറയുന്നത്? ഞാൻ ധാരണ ഇങ്ങനെ പറഞ്ഞു പോയാ അത് പറഞ്ഞില്ല. എല്ലാ സംശയവും തീർന്നോട്ടെ. എഴുത്തുണ്ടെങ്കിൽ എഴുത്ത് കൊടുത്തയച്ചോളൂ. എഴുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ, കാണാമല്ലോ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് പറയാമെന്നാ മജീദ് ഉസ്താദ് പറയും. എല്ലാ സംശയവും തീരണം. 5 പിന്നെ പറ, ത്വരീഖത്ത് അപകട മേഖലയാണ്. നമ്മളൊക്കെ റോട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ കാണല്ലോ, ഇങ്ങനെ നിന്നിട്ട് അപകടകരം എന്ന് പറഞ്ഞിട്ട്. ആ രീതിയിൽ അപകട മേഖലയാണ്. അടുക്കണ്ട, തൊടണ്ട, സ്പർശിക്കണ്ട, വാസനിക്കണ്ട, നോക്കണ്ട, പൊട്ടിത്തെറിക്കും. ത്വരീഖത്ത് അപകട മേഖല. അതിനെന്താ അപകട മേഖലയാണ് എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപകട മേഖലയാണ്, അതുകൊണ്ടാണ് ഷെയ്ഖ് വേണമെന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഹബീബെ ഷെയ്ഖ് വേണമെന്ന് പറയുന്നത്. അല്ലാതെ അതിലൂടെ യാത്ര ചെയ്യണ്ട എന്നല്ല. ഈ റോഡ് അപകട മേഖലയാണ്. ഈ റോഡ് അപകട മേഖലയാണ്. പക്ഷേ മലപ്പുറത്ത് നിന്ന്, വളാഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ എത്തണമെങ്കിൽ ഈ അപകട മേഖലയായ റോഡിലൂടെ യാത്ര ചെയ്യണം അല്ലേ? അതിനെന്താ അപകട മേഖലയാണ്? ഞങ്ങൾ വളാഞ്ചേരിയിൽ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കണം അവിടെ തന്നെ ഇരുന്നോട്ടെ, ഈ ഒറ്റ കാറ് കിട്ട് വരണ്ട, വന്നാ കുടുങ്ങിയല്ലോ അല്ലേ? അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്താ അപകട മേഖലയാണ്. റോട്ടിക്ക് ഇങ്ങനെ നോക്കുമ്പോ, രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോ അവിടെ ബസ് ഇടിച്ചു, കാർ ഇടിച്ചു, ബൈക്ക് കൂട്ടിയിടിച്ചു. അപകട മേഖല. അതുകൊണ്ട് എന്താ യാത്ര ചെയ്യേണ്ടെന്നാണോ? അല്ല, മറിച്ച് അപകട മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോ അത് തരണം ചെയ്യാൻ കഴിയുന്ന പറ്റുന്ന യോഗ്യനായ ഒരു ഡ്രൈവറെ വിളിച്ച് അയാളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഹംസാക്ക എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിനെ വിളിച്ചിങ്ങോട്ട് പോകുന്നത്. ഒരു ഡ്രൈവർ വേണം. അല്ലാതെ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് ഇതറിയാത്ത ഒരാളാണ് വിട്ട അപകട മേഖല തന്നെയാണ്. അതുകൊണ്ട് ഷെയ്ഖ് വേണം. ഇനി ത്വരീഖത്ത് മാത്രമാണ് അപകട മേഖല? അല്ല, അല്ല. ഇൽമ പഠിക്കൽ അപകട മേഖലയല്ലേ? അല്ലേ? അറിവ് നേടൽ, ആലിമാവുക, പണ്ഡിതനാവുക, മുസ്ലിയാരാവുക എന്ന് പറഞ്ഞാൽ അപകടകരമായ മേഖലയിലെ. കാരണം എന്താ? ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ ആലിമുൻ ഖിയാമത്ത് നാളിൽ ലം യൻഫഉഹു ബിഇൽമിഹി. ഖിയാമത്ത് നാളിൽ ഏറ്റവും ശക്തമായ ശിക്ഷ നേരിടുന്നവൻ ആരാണ്? ഇൽമ ഉപകരിക്കാത്ത പണ്ഡിതനാണ്, അറിവ് ഉപകരിക്കാത്ത പണ്ഡിതനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലേ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു വിചാരണ നടത്തുന്ന 3 ആളുകളെ കുറിച്ചുള്ള ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 1 രക്തസാക്ഷി, ഷഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തയാൾ. അള്ളാഹു ചോദ്യം ചെയ്യുന്നു, അനുഗ്രഹങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എന്ന് ചോദിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ നീ കളവാണ് പറഞ്ഞത്. നിന്നെക്കുറിച്ച് ആളുകളൊക്കെ ധൈര്യശാലികളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തത് എന്ന് പറഞ്ഞ് അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചിടും. അതുകൊണ്ട് യുദ്ധം ചെയ്യണ്ട, അപകട മേഖലയാണ്. അപകട മേഖല, പക്ഷേ ഇസ്ലാമിൽ യുദ്ധം ചെയ്യണ്ടെന്ന്. രണ്ടാമത് ചോദ്യം ചെയ്യുന്നത് ആലിമിനെയാണ്, പണ്ഡിതനെയാണ്. അവൻ വന്ന്, ഈ പണ്ഡിതൻ വന്ന്, ഹസ്രത്ത് വന്ന് അള്ളാഹുവോട് പറയുകയാണ്, അള്ളാഹുവേ, ഞാൻ പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു, എന്റെ ആയുഷ്കാലം മുഴുവനും പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഞാൻ ചെലവഴിച്ചു. ഞാൻ പണ്ഡിതൻ, ഞാൻ ഉസ്താദ്, ഞാൻ പ്രഭാഷകൻ, ഞാൻ വാഅ്, ഞാൻ സ്റ്റേജുകളിലൂടെ നടന്ന് ജനങ്ങളെ നന്നാക്കിയവൻ. അള്ളാഹു അവനോട് പറയും, കളവാണ് ഈ പറഞ്ഞത്. എനിക്ക് വേണ്ടി പഠിച്ചു, എനിക്ക് വേണ്ടി പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് കളവാണ്. നീ പഠിച്ചു, പക്ഷേ ആളുകൾ നിന്നെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ഹസ്രത്ത് എന്ന് വിളിച്ച് ബഹുമാനിക്കാൻ വേണ്ടി അല്ലേ, സ്ലിയാർ എന്ന് വിളിക്കാൻ വേണ്ടി അല്ലേ. അതുകൊണ്ട് കളവാ പറഞ്ഞത് നരകത്തിലേക്ക് വലിച്ചിടും. എന്താ ഇനി ആലിമാവണ്ട